അതാണ് സാഹചര്യം. ഏതായാലും ഒട്ടും ആശാസ്യകരമല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ. വലിയ പ്രതിസന്ധിയിലൂടെ ആ പാർട്ടി കടന്നു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വരുന്നു. ആശയക്കുഴപ്പമുണ്ട്. തുടർച്ചയായി മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും കെ മുരളീധരനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെ, പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ നിരന്തരം, രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയൊക്കെ നേതാക്കൾ നിരന്തരം ആവശ്യപ്പെട്ടും എന്തുകൊണ്ട് പുറത്താക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുകയാണ്. സംശയമില്ല അക്കാര്യത്തിൽ. കാരണം ഇത്ര വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാൾ, അങ്ങനെ ആക്ഷേപമുള്ള ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. എം.എൽ.എ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ കുറഞ്ഞപക്ഷം ഇയാളോട് ആവശ്യപ്പെടുകയും ചെയ്യാം. കാരണം ഇയാളെ എം.എൽ.എ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള അധികാരം പാർട്ടിക്കില്ല. പക്ഷേ അപ്പോഴും ഇയാളെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ മാറണമെന്ന് ഇയാളോട് ആവശ്യപ്പെടാനുള്ള ഒരു ബാധ്യതയെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ KPCC അധ്യക്ഷനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പാർട്ടി പോകുന്നു. അതും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ സമയത്തും ഓരോ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പാർട്ടിയാണ്. ഇത്തവണ ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പെ നേരിടാൻ ഒരുങ്ങിയതാണ്. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒക്കെ സംരക്ഷിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് ആഗ്രഹിച്ച് ആ ആവേശത്തോടുകൂടി സ്ഥാനാർത്ഥി നിർണയമൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കി മുന്നോട്ട് വന്ന ഒരു പാർട്ടിക്കാണ് ഇപ്പോൾ രാഹുലിൽ തട്ടി, അതും അവരുടെ മുഖമെന്നും വജ്രായുധമെന്നുമൊക്കെ പലരും പറഞ്ഞ ആ രാഹുലിൽ തട്ടി ഇപ്പോൾ വലിയ പ്രതിസന്ധി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ഇപ്പോൾ വാദം പൂർത്തിയായിരിക്കുന്നു. നോട്ട് ടു അറസ്റ്റ് ഹർജിയിൽ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടാകും. കോടതി പറയും എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ. അറസ്റ്റ് തടഞ്ഞാൽ അത് രാഹുലിന് നേട്ടമാണ്. തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാം, വേണമെങ്കിൽ പുറത്തു വരാം, ഒളിവിൽ നിന്ന് പുറത്തു വരാം. പക്ഷേ മുൻകൂർ ജാമ്യം എന്നുള്ളത് രാഹുലിൻ്റെ തലയിൽ ഒരു വാളുപോലെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ തീരുമാനമുണ്ടാകാൻ 2-3 ദിവസം വൈകിയേക്കാം. പോലീസിന് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വളരെ കൃത്യമായി അറിയാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരം നിരവധിയായ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ വിഷയത്തിൽ രാഹുൽ എന്ന കോൺഗ്രസിൻ്റെ MLA ചെന്നുപെട്ട കെണി ചെറുതല്ല. വലിയ തോതിൽ ഇയാൾ ഈ വിഷയത്തിൽ നിയമപോരാട്ടം നടത്തേണ്ടി വരും. കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് വരുമെന്നും അറിയുന്നു. കോൺഗ്രസിലെ തന്നെ വനിതാ മുഖങ്ങൾ തന്നെ തങ്ങൾക്ക് വ്യക്തിപരമായി ഉണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ അതിനു മുകളിൽ ഷാഫി പറമ്പിൽ എന്ന വ്യക്തിക്ക് കൂടി, രാഹുലിൻ്റെ ഗോഡ്ഫാദർ എന്ന് പറയുന്ന വ്യക്തിക്ക് കൂടി ചില പങ്കാളിത്തങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിൻ്റെ ഗൗരവ സ്വഭാവം ചെറുതല്ല. ഇന്നിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനോട് മറ്റും ഷാഫിയുടെ പങ്കാളിത്തം സംബന്ധിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ ഒന്നും മറുപടി പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് മുന്നോട്ട് വെച്ച 2 വ്യക്തിത്വങ്ങളാണ് ഇപ്പോൾ ആരോപണ ശരങ്ങൾ നേരിടുന്നത്. ഒരാൾ പാർട്ടിയിൽ നിന്ന് തന്നെ, പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട വനിതാ നേതാവിൽ നിന്ന് ആരോപണങ്ങൾ നേരിടുന്നു. അയാളെ അറിയിച്ചിട്ടും ഒരു സ്മൈലി മാത്രമായിരുന്നു ഷാഫിയുടെ മറുപടി എന്ന് പറയുമ്പോൾ എത്രത്തോളം ഈ വിഷയത്തെ അപക്വമായാണ് അല്ലെങ്കിൽ ഒട്ടും ഗൗരവ സ്വഭാവമില്ലാതെയാണ് ഷാഫി പറമ്പിൽ പോലെയുള്ള ഒരു നേതാവ് കണ്ടത് എന്നതും കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇനിയും അരുണ്, നമുക്ക് മനസ്സിലാക്കേണ്ടത് നിരവധിയായ പരാതികൾ ഇനിയും വരുമെന്നുള്ള പ്രചരണമാണ്. അതിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുന്നുണ്ട്. മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് പേർക്ക് പലതും പറയാനുണ്ട്. പല പരാതികളും KPCCക്ക് മുന്നിലുണ്ട്. അതിനെയൊക്കെ അർഹിക്കുന്ന ഗൗരവ സ്വഭാവത്തിൽ ആ പാർട്ടി കണ്ടില്ല. അതൊരു പ്രശ്നമായി മാറി. ഇയാളെ പാർട്ടിക്ക് ഒരുപക്ഷെ ഒരു യുവനേതാവിന് വളർന്നയൊക്കെ മുകളിൽ പാർട്ടി കൊണ്ട് പ്രതിഷ്ഠിച്ചു. വലിയൊരു ജനപ്രീതി ഉണ്ടാക്കുന്നതിൽ പാർട്ടി വലിയ പങ്കാളിത്തം വഹിച്ചു. അതൊക്കെ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നു. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും കൃത്യമായ പരിഹാര നടപടികൾ, മുറി ഉണക്കാനുള്ളത് ഉണ്ടാകണം. അതിനെയും വൈകിക്കൂടാ. അതിനുള്ള ആലോചനകൾ നടക്കുന്നുണ്ടോ ആ പാർട്ടിയിൽ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് അത് രാജ്മോഹൻ തുറന്നു പറഞ്ഞു എന്ന് മാത്രമാണ്. നേരത്തെ നേതാക്കൾ പരോക്ഷമായും രഹസ്യമായും ഒക്കെ സമ്മതിക്കുന്നുണ്ടായിരുന്നു. നിരവധി പരാതികൾ പാർട്ടിയുടെ പല നേതാക്കൾക്ക്, അത് സംസ്ഥാനത്തെ KPCC അധ്യക്ഷൻ മുതൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരുന്ന നേതാക്കൾക്ക്, പ്രതിപക്ഷ നേതാവിന് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. പ്രധാന നേതാക്കൾക്കൊക്കെ പല വിവരങ്ങളും പരാതിയല്ലാതെ പറഞ്ഞറിഞ്ഞ് പാർട്ടി നേതാക്കളുടെ കുടുംബത്തിൽ നിന്ന് പോലുമുള്ള പരാതികൾ ലഭിച്ചു എന്നത് പരസ്യമായ രഹസ്യമാണ്. അത്തരം നിരവധി പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുണ്ട് എന്ന് വസ്തുതയാണ്. അതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. ഇത്രയും നാൾ അവരാരും അത് പുറത്തു പറയാതെ സംരക്ഷിക്കുന്നത്. പക്ഷേ എല്ലാ പരിധികളും കടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയധികം പ്രശ്നങ്ങൾ വന്നിട്ടും സംരക്ഷിക്കാൻ ഒരു വിഭാഗം മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു രീതി, പരമാവധി കാര്യങ്ങൾ തുറന്നു പറഞ്ഞുമൊക്കെ പാർട്ടിയിൽ മേൽക്കൈ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നേതാക്കൾ ഇപ്പോൾ വലിയൊരു വിഭാഗം മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും ഒതുക്കി ഒരു ചെറിയ വിഭാഗം പുതുതലമുറ നേതാക്കൾ കാര്യങ്ങൾ അവർ പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് നടപടി വേണമെന്ന് പ്രധാന നേതാക്കൾ ആവശ്യപ്പെടുമ്പോൾ തന്നെ അങ്ങനെ സംഭവിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായാണ്
മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ഒന്നിച്ചു നിൽക്കുന്നത് വേണമെങ്കിൽ കൂടി പറയാം. രാഹുലിനെതിരെ ഈ കടുത്ത നിലപാട് എടുത്തുകൊണ്ട് തന്നെ നേതാക്കൾ വരികയാണ്. ഇനിയും പരാതികൾ അത് KPCയിലും കോൺഗ്രസ് നേതാക്കൾക്കും മാത്രമല്ല സർക്കാരിന് മുന്നിലും പല പരാതികളും ഉണ്ട് എന്നൊരു വിവരം കൂടി കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കൊക്കെ നേരിട്ട് നിരവധി പരാതികളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു കൃത്യമായൊരു ഫോർമൽ പരാതിയാവാത്തത് മാത്രം സർക്കാർ നടപടി എടുക്കാത്തതാണ്. രാഷ്ട്രീയമായത് പിന്നീട് ഉപയോഗിക്കാൻ CPM കാത്തിരിക്കുന്ന ആശങ്കയും ഒക്കെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമാകില്ല ഒരുപക്ഷെ CPM ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരിക. അതിനുശേഷം മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അവിടെയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കോൺഗ്രസ് ഏറെ കൊട്ടിഘോഷിച്ച സർക്കാരിനെ മുഖ്യമന്ത്രിയൊക്കെ പേര് പറഞ്ഞ് വെല്ലുവിളിച്ച ഒരു കോൺഗ്രസിൻ്റെ യുവ നേതാവിനെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ, അതും വളരെ വ്യക്തമായ പരാതികളും തെളിവുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത്തരം കാര്യങ്ങളിൽ അത് സർക്കാർ ആ രീതിയിൽ ഉപയോഗിക്കുമെന്നൊരു വിവരം കൂടി, ആ ഒരു ആശങ്ക കൂടി കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എത്രയും വേഗം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുക, കോൺഗ്രസിലെ വനിതാ നേതാക്കളടക്കം ആവശ്യപ്പെടുന്നത് ഇയാളെ പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുക എന്ന ആവശ്യമൊക്കെ ഉയർത്തുന്നത് സ്വാഭാവികമായി അത്തരമൊരു ആശങ്ക കൂടി മുന്നിൽ കണ്ടാണ്. രാഹുലിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ രാഹുൽ ഇനിയും തുടർന്നാൽ രാഹുൽ സ്വാഭാവികമായും ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അവർക്ക് പറഞ്ഞു നിൽക്കാം. അയാൾ ഇനി എന്ത് ആരോപണങ്ങൾ അയാൾക്കെതിരെ വന്നാലും അതൊക്കെ അയാൾ സ്വയം പ്രതിരോധിക്കട്ടെ. അയാൾക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. നേരത്തെ അയാൾ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു, നേരത്തെ അയാൾ കോൺഗ്രസിൻ്റെ MLA ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അയാൾക്ക് ആ ബന്ധം പാർട്ടിയുമായി, അവിടെയാണ് മുരളീധരൻ പറഞ്ഞ പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിക്കണമെന്ന ആ വാക്കിന് ഏറ്റവും അധികം അർത്ഥം വരുന്നത്. അങ്ങനെ ഒരാൾ ആ പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിച്ച് മാറ്റി നിർത്തിയാൽ രാഹുലിനെതിരെ പിന്നീട് ഉയർന്ന ആരോപണങ്ങളൊന്നും പാർട്ടിയെ ബാധിക്കില്ല. എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിപരമായ ചപലതകളുടെ പേരിൽ, ഇത്തരം പ്രശ്നങ്ങളുടെ പേരിൽ, അയാളുടെ സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടി ഈ ആരോപണങ്ങളുമൊക്കെ നേരിടേണ്ടി വരുന്നത്? സ്വാഭാവികമായും 10 വർഷത്തോടടുക്കുന്ന ഒരു സംസ്ഥാന ഭരണം, തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിൻ്റെയൊക്കെ അലയൊലികൾ ഉണ്ടാകാം. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ UDFിനെ പ്രതിപക്ഷ മുന്നണിക്ക് ഗുണമായി മാറുമെന്ന് കരുതിയിരിക്കുമ്പോൾ അതിനും അപ്പുറത്തേക്ക് പ്രതിപക്ഷത്തെ ഒരു MLAക്കെതിരെ ഉയരുന്ന ഇത്തരം കേരള രാഷ്ട്രീയത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ, കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള സ്ത്രീ പീഡന പരാതികൾ വരുമ്പോൾ എന്തിനാണ് കോൺഗ്രസ് പാർട്ടി കൂടി, കോൺഗ്രസ് നേതൃത്വം കൂടി, UDF എന്ന മുന്നണി കൂടി അതിൻ്റെ പാപഭാരം പേറുന്നത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് ക്യാമ്പിനെ അലട്ടുന്നത്. അതുകൊണ്ടാണ് ഈ മുതിർന്ന നേതാക്കളൊക്കെ രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യവുമായി ശക്തമായി പരസ്യമായി രംഗത്തുള്ളത്. പക്ഷേ അവിടെയും രാഹുലിന് ഇപ്പോഴും സംരക്ഷണ വലയമുണ്ട്, സംരക്ഷണ കവചമുണ്ട്. എങ്ങനെയെങ്കിലും രാഹുലിനെ സംരക്ഷിച്ച് നിർത്താൻ, എങ്ങനെയെങ്കിലും രാഹുലിനെ പാർട്ടി നിർത്താൻ, എങ്ങനെയെങ്കിലും രാഹുലിന് ഒരു തവണ കൂടി നിയമസഭയിലേക്ക് എത്തിക്കാൻ, പാലക്കാട് സീറ്റ് നൽകാനൊക്കെ ശ്രമിക്കുന്ന ഒരു പിടി നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിലുണ്ട്. അത് രാഹുലിന് വേണ്ടി ഈ സാമൂഹ്യ മാധ്യമം ഇടപെടുന്ന സൈബർ പോരാളികൾ മാത്രമല്ല, കോൺഗ്രസിൻ്റെ സംഘടനാതലത്തിൽ വളരെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ആളുകൾ പോലും, ഏറ്റവും ഒടുവിൽ UDF കൺവീനറുടെ വാക്കുകൾ പോലും പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെന്ന ഈ പ്രതിക്ക് അനുകൂലമായാണ് വരാറുള്ളത്. അത്തരത്തിൽ പല നേതാക്കളും രാഹുലിനെ സംരക്ഷിക്കുന്നു. അതിൽ വലിയ അതിർത്തി മറുവിഭാഗത്തിലുണ്ട് എന്നതുകൂടി വസ്തുതയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേതാക്കളൊക്കെ പിന്തുണ അർപ്പിച്ചെത്തിയ ആളുകളുടെ ഒരു നീണ്ട നിര ലിസ്റ്റുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ